ചതുർവേദവും പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും സംസ്കാര സമ്പന്നമായ ഒരു ജീവിതക്രമം സമ്മാനിക്കാൻ ഈടുനിന്ന ഭാരതമണ്ണിൽ വൈദേശിക നിന്ദയും അധിനിവേശത്വരയും അതിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധമുയർത്തി നേടിയ വിജയത്തിന്റെ സമകാലിക സമഞ്ജനയായി സരയൂ നദിക്കരയിൽ ഉയരുകയാണ് രാമക്ഷേത്രം. 3 വ്യാഴവട്ടക്കാലത്തെ അതിതീവ്ര പ്രയത്നം അതിന്റെ പരിസമാപ്തിയിലെത്തുകയാണ് ഈ ജനുവരി 22. 2 ലക്ഷം കോടി രൂപ ചെലവിട്ട് 72 ഏക്കറിൽ 54,000 ചതുരശ്ര അടിയിൽ പണിത ക്ഷേത്ര സമുച്ചയത്തിൽ ശ്രീരാമദേവന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പോയകാല പാരമ്പര്യത്തിന്റെയും മഹിമയുടെയും അറ്റുപോയ കണ്ണി വിളക്കി ചേർക്കുകയാണ് ഭാരതം. നമ്മളെല്ലാവരും ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു മന്ത്രിസഭയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ എടുത്ത തീരുമാനമല്ല എന്നുള്ളതാണ്. ഇത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയത്. അന്ന് ഈ വിധി പ്രസ്താവിച്ച അന്ന് ഇവിടെ ചോര വീഴും, സംഘർഷമുണ്ടാകും എന്നെല്ലാം കരുതിയവർ നിരാശരാകുകയായിരുന്നു. കാരണം വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാ വിഭാഗം ആൾക്കാരും ആ വിധിയെ സ്വാഗതം ചെയ്തത്. സുപ്രീം കോടതിയുടെ ഒരു വിധിയെ സ്വീകരിക്കുക എന്നത് എല്ലാവരുടെയും കർത്തവ്യമായതുകൊണ്ടാണ് അങ്ങനെ നടന്നത്. ആ വിധിയിൽ വളരെ സൗന്ദര്യമുള്ള ഒരു കാര്യം പലരും കണ്ടു കാണാൻ വഴിയില്ല. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. അവർ അത് ആ വിധിയോടുകൂടി തന്നെ തീരുമാനിച്ചത് എത്രയോ ഏക്കർ സ്ഥലം ഒരു മുസ്ലിം പള്ളിക്കായി കൊടുക്കണമെന്നും അവിടെ വലിയ രീതിയിൽ ആർക്കിടെക്ചറൽ ബ്യൂട്ടി, ആർക്കിടെക്ചറൽ മാർവൽ ആയിട്ടുള്ള ഒരു മുസ്ലിം പള്ളി അവിടെ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തീരുമാനമെടുത്ത് അതിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ പണിയെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 25% ജോലിയും ചെയ്യുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്. ഈ മുസ്ലിം പള്ളിയിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഹിന്ദു സഹോദരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ഇനമായ പതാക നെയ്യുന്നത്, തുന്നുന്നത് ഒരു മുസ്ലിം സഹോദരനാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ മാനവ സാഹോദര്യം അല്ലെങ്കിൽ മാനവ മൈത്രി നമ്മൾ കാണേണ്ടത്. അതിനെ നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കാതെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ 3 മതങ്ങൾ, പ്രധാനപ്പെട്ട 3 മതങ്ങളെടുത്ത് നമ്മൾ നോക്കുക. സനാതനധർമ്മം ഹിന്ദുമതത്തിൻ്റെ ഇതാണെങ്കിൽ എന്താണ് പറയുന്നത്? ലോകത്തിലെ ഒരു രാജ്യവും പറയാത്ത ഒരു കാര്യമാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോകുന്നത്, പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ മോസ്കിൽ പോകുന്നത് എവിടെയാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഗ്രാമത്തിനോ എൻ്റെ ജില്ലയ്ക്കോ എൻ്റെ സംസ്ഥാനത്തിനോ എൻ്റെ രാജ്യത്തിനോ വേണ്ടിയിട്ടല്ല. ഈ ലോകത്തുള്ള എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷിക്കാനാകൂ എന്നതാണ് ആ മന്ത്രം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. അതാണ് പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണ ഉപനിഷത്തിലെയാണ് ഈ വരികൾ, ശാന്തി പർവ്വത്തിലെ. അതിൽ പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മൾ 111 മൈനസ് 111 എന്ന് പറയുമ്പോൾ 0. 1 lakh മൈനസ് 1 lakh ഈസ് 0. 1 crore മൈനസ് 1 crore ഈസ് 0. ബട്ട് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അതാണ് ഈ സനാതന ധർമ്മത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ എത്രയോ ദിവസത്തെ 41 ദിവസത്തെ വ്രതമെടുത്ത് കരിമല, നീലിമല, അപ്പാച്ചിമല തുടങ്ങിയ എല്ലാ മലകളും കയറി കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് 18ാം പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തത്വമസി എന്നാണ്. നീ ആരെയാണോ തിരഞ്ഞു വന്നത് അത് നീ തന്നെയാണ് എന്ന് പറയുന്ന തത്വമസി. 2 അല്ല 1 എന്ന് പറയുന്ന തത്വമസി. വാവരുസ്വാമി അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അയ്യപ്പൻ്റെ ദർശനം പൂർത്തിയാകണമെങ്കിൽ വാവരുസ്വാമിയും തൊഴുതാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതിൻ്റെയൊക്കെ വലിയ സൗന്ദര്യമാണ്. അതൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച്
ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ക്രിസ്തു മതത്തിലെടുക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, യേശുവിനെ കുരിശിലാണ് തറച്ചത്, എന്തുകൊണ്ടാണ് പിന്നെ ഈ കുരിശിനെ എല്ലാ പള്ളിയിലും ആരാധിക്കുന്നത് എന്ന്. അത് അറിവില്ലായ്മയുടെ ഇതാണ്. അത് ആ കുരിശിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊല്ലണമെങ്കിൽ, അദ്ദേഹത്തിനെ വധിക്കണമെങ്കിൽ ഭൂമിയിലും ആകാശത്തും അല്ലാത്ത ഒരിടത്ത് മാത്രമേ പറ്റുകയുള്ളൂ എന്ന ഒരു അറിവിൻ്റെ പുറത്താണ് അത് ചെയ്തത്. ഈ കുരിശിൻ്റെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്, ഈശ്വരനും നമ്മളും തമ്മിലുള്ള ബന്ധമാണ്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് നിൻ്റെ അയൽക്കാരൻ ക്രിസ്ത്യാനിയാണെങ്കിൽ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല. അങ്ങനെ എന്തൊരു മനോഹരമാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. മുസ്ലിം മതത്തിൽ നമ്മൾ റമദാൻ മാസം ഉണ്ട്. അതിൻ്റെ ഇപ്പം നമ്മൾ ആ രീതിയിലല്ല ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ എല്ലാം റംസാൻ പാർട്ടികളാണ്. അതല്ല, മഹാനായ മുഹമ്മദ് നബി അദ്ദേഹം വിഭാവനം ചെയ്തത്, നീ രാവിലെ മുഴുവനും പട്ടിണി കിടക്കണം, അപ്പോൾ നീ വിശക്കുന്നവൻ്റെ വേദന നീ മനസ്സിലാക്കും, അപ്പോൾ നിനക്ക് കൂടുതൽ സഹായം അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, ഈ മാസത്തിൽ നിനക്ക് അധികം വരുന്ന പൈസ, നിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ നീ കരുതുന്ന പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇതിൽ കൂടുതൽ ഒരു സോഷ്യലിസം ഉണ്ടോ? പക്ഷേ ഇപ്പം അത് രാഷ്ട്രീയം ഏറ്റെടുക്കുമ്പോൾ ഇത് റംസാൻ പാർട്ടിയായിട്ട് മാറുന്നു, വിരുന്നായിട്ട് മാറുന്നു. ഇതൊന്നും അല്ല വേണ്ടത്. ശരിക്കും മുഹമ്മദ് നബിയുടെ മനസ്സിലുള്ളതാണ് യഥാർത്ഥ സോഷ്യലിസം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 മതത്തിൽ എടുക്കുമ്പോൾ തന്നെ, ഇത് ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും സിഖ് മതം എടുത്താലും ഒക്കെ തന്നെ സൗന്ദര്യം ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ജനുവരി 22 നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഐതിഹാസികമായ മുഹൂർത്തമായി മാറാൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ ഇതൊരു യുഗ പരിവർത്തനത്തിൻ്റെ നാന്ദിയാണ് എന്ന് പറയാം. ഭാരതം ആധ്യാത്മികതയുടെ നാടാണ്. ഭാരതത്തിലെ ജനജീവിതത്തിൻ്റെ ആധാരം ആധ്യാത്മികതയാണ്. ഈ ആധ്യാത്മിക സംസ്കാരത്തിന് പ്രകാശനം ലഭിച്ചില്ല എന്നതാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. ഈ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയുടെ പുനർനിർമ്മിതിയിലൂടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ധർമ്മം എന്നത്. ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം നിലനിർത്തുന്നത് എന്നാണ്. പക്ഷേ ജനജീവിതത്തിൽ അത് പ്രകാശിക്കപ്പെടുന്നത് സ്വഭാവനിഷ്ഠയിലും കർത്തവ്യനിഷ്ഠയിലൂടെയാണ്. ത്യാഗവും സ്വഭാവനിഷ്ഠയും അതിനാധാരവും സമൂഹത്തോടുള്ള കർത്തവ്യനിഷ്ഠ, അന്യരോടുള്ള കർത്തവ്യനിഷ്ഠ, രാഷ്ട്രത്തോടുള്ള കർത്തവ്യനിഷ്ഠ, നമ്മുടെ ചുറ്റുമുള്ള സമാജത്തോടും പ്രകൃതിയോടുമുള്ള കർത്തവ്യനിഷ്ഠ, അതാണ് ധർമ്മം പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ഈ നാഗരികമായ മൂല്യസങ്കല്പത്തിൻ്റെ പ്രതിനിധിയാണ് ശ്രീരാമചന്ദ്രൻ. വാൽമീകി മഹർഷി ശ്രീരാമനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ധർമ്മത്തിൻ്റെ ഉടൽപൂണ്ട രൂപമാണ് എന്നാണ്. അപ്പോൾ അമൂർത്തമായ ഈ മൂല്യസങ്കല്പത്തിൻ്റെ ജീവമാതൃക ആണ് ശ്രീരാമചന്ദ്രൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി രാമായണം ഉദ്ഘോഷിക്കുന്നു. ശ്രീരാമൻ്റെ ജീവിതം എങ്ങനെയാണ് മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് നമ്മൾ സാധാരണ അർത്ഥത്തിൽ ഈശ്വരഭക്തി
എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിന് കുറച്ച് പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് ഒരു ജനത അവരുടെ സ്വാഭിമാനത്തെ വീണ്ടെടുക്കുന്നു, അവരുടെ സാംസ്കാരികമായ കരുത്തിനെ വീണ്ടെടുക്കുന്നു, അവരുടെ മൂല്യസങ്കല്പങ്ങളെ വീണ്ടെടുക്കുന്നു. അങ്ങനെ മൂല്യങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഒരു കേന്ദ്രമായിട്ടാണ്, അത് സാധാരണ ഒരു ക്ഷേത്രമല്ല, മറിച്ച് ഭാരതീയ സംസ്കൃതിയുടെ, ഭാരതീയ ജനജീവിതത്തിൻ്റെ മർമ്മം എന്ന് നമുക്ക് പറയാവുന്ന ആ ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു വീണ്ടെടുക്കൽ, അതിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യ രാമജന്മഭൂമിയിൽ ഉയരുന്ന ഈ ക്ഷേത്ര സമുച്ചയം എന്നതാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം. ഭാരതീയ ദേശീയതയുടെ അടിത്തറ സാംസ്കാരികമാണ്. ഓരോ രാഷ്ട്രത്തിനും അവരുടെ ദേശീയതയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള പല മൂല്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ഭാരതത്തിൻ്റെ ദേശീയത നമുക്ക് അടിവരയിട്ട് പറയുവാൻ സാധിക്കും. ആ ദേശീയത ഊന്നി നിൽക്കുന്നത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ തന്നെയാണ്. ആ സാംസ്കാരിക പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂർത്തമായ സങ്കല്പവും, അതേപോലെ തന്നെ മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവതാര പുരുഷനായും ഒക്കെ പ്രഘോഷിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ശ്രീരാമൻ. മതപരമായി നോക്കുമ്പോൾ ശ്രീരാമനെ വിഷ്ണുവിൻ്റെ അവതാരമായി സങ്കല്പിച്ച് ആരാധിക്കുന്നവരുണ്ട്. രാമനെ പക്ഷേ മര്യാദാ പുരുഷോത്തമനായി കാണുന്നവരുണ്ട്. ധർമ്മത്തിൻ്റെ വിഗ്രഹമായി, ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ആവിർഭാവമായി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഏത് തരത്തിൽ നോക്കിയാലും ശ്രീരാമൻ വെറും ഒരു മതത്തിൻ്റെ ചിഹ്നം മാത്രമല്ല. ശ്രീരാമൻ ഭാരതീയ സാംസ്കാരികതയുടെ, ഭാരതീയ ദേശീയതയുടെ ഒക്കെ അടിസ്ഥാന ശില തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മതപരമായി ദൈവമായിട്ട് നോക്കുന്നവർക്ക് അങ്ങനെ കാണാം. പക്ഷേ മതത്തിൽ തന്നെ ഒന്നും വിശ്വാസമില്ലെങ്കിൽ പോലും ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമനായി, അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി വരെ രാമരാജ്യം എന്നുള്ള സങ്കല്പം, രാമരാജ്യമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമോന്നത സ്ഥാനത്തിൻ്റെ പരമോന്നത ലക്ഷ്യം എന്നുവരെ പറയുകയുണ്ടായി. രാമരാജ്യം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാവുന്നത് എല്ലാ പ്രജകളെയും, എല്ലാവരെയും വ്യത്യാസമൊന്നും കൂടാതെ എല്ലാവരും സന്തുഷ്ടരായി, എന്തിനേറെ പറയുന്നു, പക്ഷി മൃഗാദികളും പ്രകൃതിയും ഒക്കെ സന്തുലിതമായ അവസ്ഥയിൽ നിലകൊള്ളുന്ന ഒരു മഹത്തായ സങ്കല്പത്തിനെയാണ് രാമരാജ്യം കൊണ്ട് നാം വിവക്ഷിക്കുന്നത്. ശ്രീരാമനിൽ അഭിമാനം കൊള്ളുക, ശ്രീരാമനെ ഭാരതീയ ദേശീയതയുടെ അടിത്തറയായി കാണുക, ശ്രീരാമൻ നമ്മുടെ ദേശീയതയുടെ പ്രതീകമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സങ്കല്പമായി നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതം കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ശ്രീരാമൻ നിലനിൽക്കും ജനങ്ങളുടെ മനസ്സിൽ. കാരണം അത്രത്തോളം അടിയുറച്ച്, ഇപ്പോൾ ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഇങ്ങനെ ഇന്ത്യയിൽ ജനിച്ച് വളർന്നു വന്നിട്ടുള്ള മതങ്ങളിലൊക്കെ തന്നെ ശ്രീരാമൻ്റെ സ്വാധീനമുണ്ട്. ഇനി ഇന്ത്യയിൽ ജനിച്ച് ഇവിടുത്തെ മതങ്ങളല്ലെങ്കിൽ പോലും നമ്മുടെ ദേശീയതയുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ചരിത്ര പുരുഷനും മാതൃകാ പുരുഷോത്തമനും ഒരു മര്യാദാ പുരുഷോത്തമനും ഒക്കെ തന്നെയാണ് ശ്രീരാമൻ. ഇപ്പം നിലവിളക്ക് കൊളുത്തി നമ്മൾ പല ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യാറുണ്ട്. മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ചിഹ്നമായിട്ട് വരും ഈ നിലവിളക്ക് കൊളുത്തുക. പക്ഷേ ഇന്ന് സാർവത്രികമായി നാം അതിനെ നമ്മുടെ സാംസ്കാരിക ഒരു ചിഹ്നമായി നാം അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ശ്രീരാമൻ്റെ സ്ഥാനവും. 22-ാം തീയതി അവിടെ
പ്രതിഷ്ഠ നടത്തപ്പെടുന്ന ശ്രീരാമനെ രാമരാജ്യത്തിൻ്റെ പ്രതീകമായി, ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി, മര്യാദാ പുരുഷോത്തമനായി, മാതൃകാ പുരുഷനായി ഒക്കെ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മതത്തിനും ജാതി മറ്റുള്ള വിഭജനങ്ങൾക്കെല്ലാം അതീതമായി ഭാരതീയ ദേശീയതയുടെ അടിസ്ഥാന ശിലയായി അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് അതിൽ നിന്നും ഊർജം കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ ഈ അവസരത്തിൽ.